ഓക്കെ ഗൈസ്, അപ്പം അയച്ചു തരുന്ന സിപ്പ് സോഫ്റ്റ്വെയർ ഈ പ്രോജക്റ്റ് എങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ലാപ്ടോപ്പിൽ സെറ്റപ്പ് ചെയ്യേണ്ടതെന്നുള്ള വീഡിയോ ആണ് ഇത് കാണിച്ചു തരുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ഡൗൺലോഡ് ചെയ്ത് തരുന്ന സിപ്പ് ഫയല് ഇതുപോലെ വാമ്പിനകത്ത് ഡബ്ല്യൂനകത്ത് ഒരു ഫോൾഡർ കൊണ്ടിടണം. ഒന്നുകിൽ ഡയറക്റ്റ് ഇവിടെ പേസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫോൾഡർ ഉണ്ടാക്കി പേസ്റ്റ് ചെയ്യാം. നിങ്ങൾ ഡയറക്റ്റ് ഇട്ടാലും മതി. അപ്പോൾ ഡയറക്റ്റ് ഇട്ടിട്ട് ഇവിടെ എത്തിയെന്ന് വിചാരിച്ചോ. ഓക്കെ, ഇവിടെ എത്തി കഴിഞ്ഞിട്ട് ഇവിടെ ഫയൽ ഇവിടെ ഉണ്ടല്ലോ. അപ്പോൾ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. വിൻഡ്രാർ ഉണ്ടെങ്കിൽ അത് വെച്ച് എക്സ്ട്രാക്ട് ചെയ്യുക, അല്ലെങ്കിൽ വിൻഡോസിൻ്റെ എക്സ്ട്രാക്ട് ഓൾ വെച്ചിട്ട് ഇവിടെ തന്നെ എക്സ്ട്രാക്ട് ചെയ്യുക. ഞാനിപ്പോൾ എക്സ്ട്രാക്ട് ചെയ്ത് ഓക്കെ. അപ്പോൾ പ്രോജക്റ്റ് ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ പ്രൊജക്റ്റിനകത്തൊരു ഡേറ്റാബേസ് ഫയൽ കാണും. ഡേറ്റാബേസിനകത്ത് ലേറ്റസ്റ്റ് ഡേറ്റിലുള്ള ഡേറ്റാബേസ് എടുക്കുക. ഇതൊന്ന് തുറന്നിട്ട് ഇതിന് ഡേറ്റാബേസിൻ്റെ പേരൊന്ന് നോക്കി വെച്ചേക്കുക. ഡേറ്റാബേസിൻ്റെ പേര് കണ്ടിവിടെ ഡേറ്റാബേസ് എന്ന് പറഞ്ഞ് കിടക്കുന്നുണ്ടോ, DBC ഇൻവെൻട്രി. അപ്പം എനിക്ക് ഓൾറെഡി DBC ഇൻവെൻട്രി എന്നൊരു പേരിലുള്ള ഡേറ്റാബേസ് ഉണ്ട്. അപ്പം ഞാൻ ജസ്റ്റ് എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ എക്സിസ്റ്റിംഗ് പേരിലുള്ള ഡേറ്റാബേസ് ഉണ്ട്, ഇവിടെ ഓൾറെഡി ഒരെണ്ണം ഉണ്ട്, ഇതാണത്. അപ്പോൾ ഇത് ഫുള്ള് ഡ്രോപ്പ് ചെയ്യണം. ഓക്കെ, ഈ ഡേറ്റാബേസ് DBC ഇൻവെൻട്രി ഡ്രോപ്പ് ചെയ്ത് കളയണം. അപ്പം ഇവിടുന്ന് അത് പോയി. ഇനി ക്രിയേറ്റ് ന്യൂ ഡേറ്റാബേസിൽ സെയിം പേര് തന്നെ കൊടുക്കണം. സെയിം പേര്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ക്രിയേറ്റ് കൊടുക്കണം. എന്നിട്ട് ഇമ്പോർട്ട് കൊടുക്കണം. ഇമ്പോർട്ടിൽ ചൂസ് ഫയൽ. എന്നിട്ട് എവിടാണോ ആ ഫയല് WWയിൽ എവിടാണോ എക്സ്ട്രാക്ട് ചെയ്ത് അവിടെ പോയിട്ട് ആ ഫയൽ സെലക്ട് ചെയ്യണം. ഓക്കെ, സെലക്ട് ചെയ്തു, ഫയൽ വന്നു, ഗോ എടുക്കുമ്പോഴത്തേക്ക് ഡേറ്റാബേസ് ഇമ്പോർട്ടായി. ഇങ്ങനെ വേണം നിങ്ങളുടെ പ്രോജക്റ്റ് നിങ്ങളുടെ ലാപ്ടോപ്പിൽ സെറ്റപ്പ് ചെയ്യാൻ. ഓക്കെ.